ഞാൻ പറയേണ്ടത് നമസ്തേ ഓം ശാന്തി എന്നതാണ്. ഇന്ന് നമ്മൾക്കൊരു അത്യന്തം പ്രത്യേകമായ എപ്പിസോഡുണ്ട്. ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യുന്ന പതിവ് എപ്പിസോഡുകളിൽ ഒന്നല്ല. ഇന്ന് നമ്മൾ പുറത്തിറങ്ങി ഒരു അത്യന്തം പ്രത്യേക വ്യക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നത്. ഇത് ഒരു ആഹ്വാനമായിരുന്നു, ഒരു പദ്ധതിയല്ല. ഞാൻ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ബ്രഹ്മകുമാരികളുടെ അഡീഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായ സിസ്റ്റർ ജയന്തിയെ അഭിമുഖം ചെയ്യാനുള്ള ഒരു സുലഭ അവസരം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ബ്രഹ്മകുമാരിസ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഘടനകളിലൊന്നാണ്. പുരുഷന്മാരും സ്ത്രീകളും അംഗങ്ങളായിട്ടുള്ള ഈ സംഘടന സ്ത്രീകളാണ് പ്രധാനമായും നയിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ സിസ്റ്റർ ജയന്തിയെ കാണാനും അവരുടെ ജീവിതത്തിലേക്കും ആത്മീയ യാത്രയിലേക്കും ഒരു ചെറിയ ജാലകം തുറക്കാനുമാണ് ശ്രമിക്കുന്നത്. സിസ്റ്റർ ജയന്തി സംസാരിക്കുന്നത് സ്നേഹപൂർവ്വവും വ്യക്തതയോടെയുമാണ്. ആഴമുള്ള ആത്മീയ സത്യങ്ങൾ പോലും അവർ വളരെ പ്രായോഗികമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എളുപ്പത്തിൽ പ്രയോഗിക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് അവരുടെ ബ്രഹ്മബാബയുമായുള്ള അനുഭവങ്ങൾ, അവരുടെ ദിനചര്യ, അവബോധം, ബ്രഹ്മകുമാരിസ് ആത്മീയ ലോകത്തിലേക്ക് അവർ എങ്ങനെ എത്തിച്ചേരുകയും ധ്യാനം എങ്ങനെ അഭ്യസിക്കുകയും ചെയ്യുന്നു എന്നതും മനസ്സിലാക്കാം. അവസാനം ഒരു ചെറിയ ഗൈഡഡ് മെഡിറ്റേഷൻ യാത്രയിലൂടെ അവർ നമ്മെ ആഴമേറിയ ധ്യാനാനുഭവത്തിലേക്കും നയിക്കും. അതിനാൽ കാത്തിരിക്കുക, ആത്മീയ ബോധവത്കരണത്തിന്റെ ഒരു പ്രത്യേക എപ്പിസോഡിനായി. ഓം ശാന്തി. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിനു വളരെയധികം നന്ദി സിസ്റ്റർ. ഓം ശാന്തി. താങ്കളെ മീറ്റ് ചെയ്യാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. താങ്കളെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാവർക്കും താങ്കൾ സുപരിചിതമായ വ്യക്തിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സർവേശ്വരനെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ലോകമാകെയുള്ള താങ്കളുടെ പ്രഭാഷണങ്ങൾ, ഗൈഡഡ് മെഡിറ്റേഷൻ, അതുതന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ അതിൽ പ്രാവീണ്യമുള്ള ഒരാളല്ല. എന്നാൽ അതെനിക്ക് വളരെ ഫലപ്രദമായിരുന്നു. താങ്കളുടെ പ്രഭാഷണങ്ങൾ ജീവിതം മാറ്റിയവരുണ്ട്, അതെനിക്ക് അറിയാം. പലരും ആത്മാർത്ഥതയോടെ സമർപ്പിച്ച് മൗണ്ട് അബുവിലും മറ്റു കേന്ദ്രങ്ങളിലും ഈ പാതയിൽ തുടരുകയാണ്. നിങ്ങൾ തന്നെ ഈ പാതയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അതാണ്. നമ്മുടെ അനുഭവങ്ങൾ പങ്കുവച്ച് മറ്റുള്ളവരെ ശരിയായ വഴിയിലേക്ക് നയിക്കുക. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, എന്റെ ഒരു മന്ത്രം, കുറച്ച് പ്രതീക്ഷിക്കുക, കൂടുതൽ ചെയ്യുക, മനസ്സിൽ മാത്രം അല്ല, നന്ദിയുടെ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുക. അതൊരു നന്ദി മാത്രമാകേണ്ടതില്ല, അതിലധികം ഉള്ളതായിരിക്കാം. നിങ്ങൾ ഞാൻ ഓർത്തു എന്നൊരു വാക്ക്, ഒരു സ്നേഹപൂർവമായ പ്രശംസ, അത് ഒരാളുടെ ദിനം മാറ്റിയേക്കാം. കാരണം സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത് ആ ആത്മീയതയുള്ള അനുഭവം മാത്രമാണ്. ദിവസാവസാനത്തിൽ അവർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഇവയാണ് എന്റെ മന്ത്രങ്ങളും മോറ്റോകളും. അതാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത്. അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വ്യക്തിഗത ആത്മീയ യാത്രയെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ. ഞാൻ പല അഭിമുഖങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷേ ബ്രഹ്മബാബയുമായി ഉണ്ടായ നിങ്ങളുടെ ഒരു പ്രത്യേക അനുഭവം, ഒരു കഥ ദയവായി ഞങ്ങളുമായി പങ്കുവയ്ക്കാം. എൻ്റെ അമ്മയും മുത്തശ്ശിയും 1957 മുതൽക്ക് തന്നെ രാജയോഗികളായിരുന്നു. അതിനാൽ എൻ്റെ 8ാം പിറന്നാൾ ബ്രഹ്മകുമാരീസ് കേന്ദ്രത്തിൽ ദാദി ജാനകിയോടൊപ്പമായിരുന്നു ആഘോഷിക്കപ്പെട്ടത്. നിങ്ങളുടെ പല പ്രേക്ഷകരും ദാദിയെ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ദാദിയുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. 1957 ഡിസംബർ മാസത്തിൽ അമ്മയ്ക്ക് രാജയോഗം അഭ്യസിച്ചിട്ട് ഏകദേശം 1 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. അതിനിടയിൽ ഞങ്ങൾ മുഴുവൻ കുടുംബവും ലണ്ടനിലേക്ക് കുടിയേറി. അതിനു മുമ്പായി ഒക്ടോബർ മാസത്തിലെ ദീപാവലി സമയത്ത് ഞങ്ങൾ ബ്രഹ്മബാബയെയും മാതാവ് മാതേശ്വരി സരസ്വതിയെയും കാണാൻ പോയിരുന്നു. സംഘടനയിലെ മുതിർന്ന ദാദിമാരെയും അന്നേ സമയം തന്നെ കണ്ടുമുട്ടി. അതിനാൽ ആ ബന്ധം വളരെ ശക്തമായി തീർന്നു. 1959 എൻ്റെ അച്ഛൻ ബിസിനസ് ആരംഭിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വേനൽക്കാലത്ത് ബ്രഹ്മബാബ മുംബൈയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം അൽഫോൺസ മാമ്പഴം കഴിക്കാനിടയായി. അപ്പോൾ തന്നെ വിദേശത്തുള്ള കുട്ടികളെ അദ്ദേഹം ഓർത്തു, അവർക്ക് മാമ്പഴം കിട്ടാറേയില്ലല്ലോ എന്ന്. ആ കാലത്ത് ഇന്നത്തെ പോലെ പുഷ്പങ്ങളും പഴങ്ങളും കായ്കറികളുമെല്ലാം സമുദ്രം കടന്ന് അയക്കാറില്ലായിരുന്നു. ഒരു ശനിയാഴ്ച രാവിലെ അത്ഭുതമായി പോസ്റ്റ്മാൻ വന്നു. സാധാരണയായി കത്തുകൾ പോസ്റ്റ് ബോക്സിലേക്കാണ് ഇടുന്നത്. പക്ഷേ ആ ദിവസം അദ്ദേഹം ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറക്കുമ്പോൾ ഒരു ബോക്സ്. അമ്മയും വന്നു. ഞങ്ങൾ ചേർന്ന് ചോദിച്ചു, ഇത് തുറക്കാമോ? അതൊരു ആവേശകരമായ അനുഭവമായിരുന്നു. എയർ മെയിൽ വഴി വന്ന ബോക്സ്.
അത് തുറന്നപ്പോൾ അതിൽ 6 അൽഫോൺസ മാമ്പഴങ്ങൾ. ഇന്ത്യയിലെ ബന്ധുക്കൾക്ക് എല്ലാം മാമ്പഴക്കാലം ആസ്വദിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ വിദേശത്തുള്ള കുട്ടികളെക്കുറിച്ച് ആരും ഓർത്തതേയില്ല. പക്ഷെ ബ്രഹ്മബാബ ഓർത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുണയും കാണിക്കുന്നത്. നിങ്ങൾ നന്ദിയെക്കുറിച്ച് പറഞ്ഞതുപോലെ 5000 മൈൽ അകലെയിരുന്ന് 2 കുട്ടികളെ ഓർക്കുകയും ഓർക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ ആ സ്നേഹം പ്രായോഗികമായി പ്രകടിപ്പിച്ച് മാമ്പഴങ്ങൾ എയർപോസ്റ്റിലൂടെ അയക്കുകയും ചെയ്യുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ബോധതലത്തിൻ്റെ വിശാലതയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അടുത്തുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, ദൂരെയുള്ളവരിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇത് എൻ്റെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു കഥയാണ്. 1968 ഞാൻ ഇന്ത്യയിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് ഹിന്ദി പഠിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ദാദി ജാനകിയെ കാണാൻ പോയി. അവർ ചോദിച്ചു, നീ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ അതോ ഞാൻ സംസാരിക്കട്ടെ? ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കാനാണ് വന്നത്. ഒരു യോഗിക്ക് പൾസ് അനുഭവിച്ച് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിരുന്നു. 1 വർഷം ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇന്ത്യയിൽ നിന്ന് പഠിക്കാനാണ് ആഗ്രഹം. അതിനാലാണ് ഞാൻ അവരെ കാണാനെത്തിയത്. അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മനസാക്ഷിയെക്കുറിച്ചും അതിന്മേൽ വരുന്ന വിവിധ സ്വാധീനങ്ങളെക്കുറിച്ചും പറഞ്ഞു. ആധുനിക സമൂഹം, പാരമ്പര്യ ഇംഗ്ലീഷ് സംസ്കാരം, ഹിന്ദു സംസ്കാരം, ആത്മീയത, മീഡിയ, സോഷ്യൽ മീഡിയ, വിദ്യാഭ്യാസം, സുഹൃത്തുക്കൾ, ഇവയെല്ലാം മനസാക്ഷിയെ മൂടുന്നു. ശരിയായ ദിശയിൽ പോകേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചു, അവയെല്ലാം എങ്ങനെ നീക്കം ചെയ്യാം? എങ്ങനെ വ്യക്തത നേടാം? അവർ പറഞ്ഞു, ധ്യാനം അഭ്യസിക്കൂ. അങ്ങനെ എൻ്റെ യാത്ര ആരംഭിച്ചു. 6 ആഴ്ചകൾക്കകം ഞാൻ തീരുമാനിച്ചു, ഇതാണ് എൻ്റെ പാത. 1964 ഇന്ത്യയിലെത്തിയപ്പോൾ അതൊരു മഴക്കാലമായിരുന്നു. ലണ്ടനിലെ വേനൽക്കാല അവധിക്കാലം ആയതിനാലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് കാണുന്ന പോലെ പാം മരങ്ങളോ ശോഭയുള്ള റോഡുകളോ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് ഒരു റോ ആയ ഇന്ത്യയായിരുന്നു. പ്രധാന റോഡിൻ്റെ വശത്ത് കാർഡ്ബോർഡിൽ നിർമ്മിച്ച ചെറിയ കുടിലുകൾ. കനത്ത മഴയിൽ കാർഡ്ബോർഡ് ഉരുകി തുടങ്ങുന്നുണ്ടായിരുന്നു. ആ കുടുംബം അവിടെ ഇരിക്കുകയായിരുന്നു, വെറുതെ. അവർക്ക് പോകാനൊരിടമില്ല, ചെയ്യാനായി ഒന്നും തന്നെയില്ല. ആ കാഴ്ച എൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. അപ്പോൾ ഞാൻ 14-15 വയസ്സുള്ള ഒരാളായിരുന്നു. ഞാൻ തീരുമാനിച്ചു, എൻ്റെ ജീവിതം എൻ്റെ സൗകര്യത്തിനായിരിക്കാൻ പാടില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഏറ്റവും വലിയ പ്രചോദനം. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. താങ്കൾ ആത്മബോധത്തെക്കുറിച്ച് പരാമർശിച്ചു. അതാണ് ഞാൻ താങ്കളുടെ പല അഭിമുഖങ്ങളിലും കേട്ട ഒരു പ്രധാന വിഷയം. ഈ ശബ്ദഭരിതവും അസ്ഥിരവുമായ ലോകത്തിൽ ആത്മബോധം എങ്ങനെ എളുപ്പത്തിൽ നിർവചിക്കാമെന്ന് പറയുമോ? ഈ ആത്മീയ യാത്രയിൽ പുതിയവരായ ആളുകൾ നമ്മിൽ പലരുമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ 3 വർഷം മുമ്പാണ് ഈ യാത്ര ആരംഭിച്ചത്, തുറന്നു പറയട്ടെ. അതിനാൽ ഒരു പുതിയ വ്യക്തിക്ക് താങ്കൾ ആത്മബോധം എന്ന പദം എങ്ങനെയാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് സ്വയം സാധാരണയായി നിർവചിക്കാറുള്ളത്? ഭൗതിക രൂപത്തിലൂടെയാണ്. എൻ്റെ പ്രായം, എൻ്റെ ലിംഗം, ലോകത്തിൽ എൻ്റെ സ്ഥാനം, ഞാൻ ഇന്ന വ്യക്തിയുടെ മകളാണ്, ഞാൻ ഇന്ന കുഞ്ഞിൻ്റെ അമ്മയാണ്, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ എൻ്റെ ജോലി, പദവി, സ്വത്ത്, എൻ്റെ ഉടമസ്ഥതകൾ, ഈ എല്ലാ നിർവചനങ്ങളും ഭൗതികതയുമായി ബന്ധപ്പെട്ടവയാണ്. പക്ഷെ ആ വിവരണം അനുസരിച്ച് മറ്റനേകം ആളുകൾ ഉണ്ടാവാം, അവർക്കും അത് അനുയോജ്യമായിരിക്കാം. ലിംഗം, പ്രായം, വർണ്ണം എന്നിങ്ങനെയുള്ള വിവരണങ്ങൾക്ക് അനുയോജ്യമായ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവാം. അതിനാൽ എന്നെ അത്യന്തം പ്രത്യേകമാക്കുന്നത് എന്താണ്? അതൊന്നുമല്ല, ഞാൻ ആരാണ് എന്നതിൻ്റെ നിർവചനമല്ല. പക്ഷേ ഞാൻ ആരാണ് എന്നത് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അകത്തെ യാത്ര ആരംഭിക്കണം. അകത്തെ സത്തയുടെ ബോധത്തിലേക്കെത്തണം. കാരണം ഞാൻ ചിന്തിക്കുന്ന രീതി അത്യന്തം പ്രത്യേകമാണ്. എൻ്റെ വ്യക്തിത്വം,
എൻ്റെ സംസ്കാരങ്ങൾ പൂർണ്ണമായും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഇരട്ട കുട്ടികളുണ്ടാവാം, പക്ഷേ അവർക്കും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുണ്ടാകും. അവരുടെ രൂപം ഒരുപോലെ ആയിരിക്കും. നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകാം അവരെ കണ്ടാൽ, പക്ഷേ അവർ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് വലിയ ഹൃദയമുള്ള വ്യക്തി, ഇതാണ് സ്വാർത്ഥതയുള്ള വ്യക്തി എന്ന്. അതിനാൽ നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, അന്തസ്സ്, ഓർമ്മ, വ്യക്തിത്വം ഇവയെല്ലാം ഭൗതികതയിൽ നിർവചിക്കാനാകില്ല. പക്ഷേ ഇവയാണ് എന്നെ മനുഷ്യനായി നിർവചിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നാൽ നമ്മൾ മനുഷ്യൻ എന്ന ഭൗതികതയിൽ കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ബീയിങ് എന്ന അകത്തെ ഭൂപ്രദേശത്തിലേക്ക് കടക്കാനേ ശ്രമിച്ചിട്ടില്ല. അതിനാൽ സ്വബോധത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്നത് സ്വയം ഒരു ആത്മാവായി അറിയുക എന്നതാണ്. കാരണം ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ആത്മാവാണ്. എൻ്റെ ചിന്തകൾ അളക്കാനാകില്ല. ഞാൻ കാലത്തിനനുസൃതമായി പിന്നിലേക്കും മുന്നിലേക്കും സഞ്ചരിക്കും. ഞാൻ ഇന്നലെ എന്ത് കഴിച്ചു, ആരൊക്കെയായിരുന്നു എൻ്റെ കൂടെ, നാളെ എന്താണ് എൻ്റെ പദ്ധതികൾ. ഇന്നലെയും നാളെയും മാത്രമല്ല, 20 വർഷം 30 വർഷം പിന്നിലേക്കും പോകാം. ഓർമ്മകൾ അവിടെ തന്നെ ഉണ്ടാകും. അതിരുകളും കടന്നു പോകാൻ കഴിവുള്ളതാണ്. 1 മിനിറ്റിനുള്ളിൽ ന്യൂയോർക്കിലേക്ക് പറക്കാം, മുംബൈയിലേക്ക് പറക്കാം. 1 മിനിറ്റിൽ പോലും കുറവിൽ, ഒരുപക്ഷെ 1 സെക്കൻഡിൽ തന്നെ ഒരു ചിന്ത മാത്രമാണ് ആവശ്യം. നിങ്ങൾ അവിടെ എത്തും. അതിനാൽ അകത്തെ ആന്തരിക സത്തയെ, ആത്മാവിനെ അറിയുക. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ആത്മീയ ബോധത്തിലൂടെയും മൗനത്തിലൂടെയും സംഭവിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും മൗനത്തിൽ ആലോചിക്കുമ്പോഴും ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നത് കാണാൻ ആരംഭിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഒരു ടൈം മെഷീനാണ്. 1 മിനിറ്റ് ഇവിടെ, 1 മിനിറ്റ് അവിടെ. മനസ്സ് ആ ചിന്തകളിലൂടെ, ആ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. ഞാൻ എന്റെ ധ്യാനയാത്ര ആരംഭിച്ചപ്പോൾ ശാന്തി എന്ന് പറഞ്ഞ ആദ്യ 10 മിനിറ്റിൽ എന്റെ മനസ്സ് എവിടേക്കോ പോയി. ആരംഭത്തിൽ തന്നെ ഒരുപാട് ചിന്തകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിക്കണം. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, അത് ഒഴുകട്ടെ, ആ ചിന്തകൾ എല്ലാം തീരട്ടെ. അവസാനത്തിൽ ഞാൻ ശാന്തമായി. ഒടുവിൽ എനിക്ക് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് എന്താണ്, ഞാൻ അന്വേഷിച്ചിരുന്നത് എന്താണ് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ എന്റെ കർമ്മങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ, മറ്റുള്ളവരോടുള്ള എന്റെ പ്രതികരണങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടുന്നു. അതാണ് ഞാൻ എടുത്ത ഒരു ചെറിയ സ്റ്റെപ്പ്. ഞാൻ ശരിയായ പാതയിലാണ് എന്നുതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സിസ്റ്റർ. താങ്കൾ പറയുന്നത് ശരിയാണ്. അതൊരു മാർഗമാണ്. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗമുണ്ട്. കാരണം ആലോചനകളെയെല്ലാം ഒഴുകി നീങ്ങാൻ അനുവദിക്കുമ്പോൾ ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന അരമണിക്കൂർ മുഴുവനും അതിൽ തന്നെ ചെലവാകാം. മനസ്സിലൊഴുകുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുന്നതിൽ സമയം മുഴുവൻ പോയി എന്ന് വരാം. പക്ഷെ മറ്റൊരു മാർഗമുണ്ട്. പഠിക്കുക. ആത്മാവിനെക്കുറിച്ച് കുറച്ച് അറിവ് നേടുക. താങ്കൾ പറഞ്ഞതുപോലുള്ള ആലോചനകളും വികാരങ്ങളും മാത്രമല്ല, ആത്മാവിനുള്ളിൽ തന്നെ ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ശാന്തത എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതെൻ്റെ കണ്ണുകളിലല്ല, കൈകളിലല്ല, കാലുകളിലുമല്ല. അത് ആന്തരികമാണ്, ആത്മാവിലാണ്. ഞാൻ ആത്മചൈതന്യമാണ് എന്നത് ഞാൻ തന്നെ മറന്നിരിക്കുന്നു. അത് മറന്നതുകൊണ്ടാണ് ഞാൻ ശാന്തി നഷ്ടപ്പെട്ടതായി അനുഭവം ചെയ്യുന്നത്. അതിനാൽ ഞാൻ ശാന്തതയെ പുറത്ത് അന്വേഷിക്കാൻ തുടങ്ങി. ഈ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഭക്ഷണം കഴിച്ചാൽ സന്തോഷവും ശാന്തതയും ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആ ഭക്ഷണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ രുചികരമായിരുന്നില്ല. വെയിറ്റർ പ്രതീക്ഷിച്ചതുപോലെയല്ല പെരുമാറിയത്. അതിനാൽ ആ ശാന്തത എനിക്ക് ലഭിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ അവധിക്കാലമെടുത്ത് ഒരു യാത്ര പോകും. പക്ഷേ തിരികെ വന്നപ്പോൾ കൂടുതൽ ക്ഷീണിതനായി അനുഭവപ്പെട്ടു. അത് ഒരു വിശ്രമയാത്ര ആയിരിക്കേണ്ടതായിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ശാന്തത പുറത്തുനിന്ന് ലഭിക്കുന്നതല്ല. അത് ആത്മസ്വരൂപവുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ഞാൻ ആത്മാവാണ് എന്നത് ഓർക്കുമ്പോഴാണ് ആ യാത്ര ആരംഭിക്കുന്നത് തന്നെ. താങ്കൾക്ക് പുറത്ത് സമാധാനം കണ്ടെത്താൻ സാധിക്കില്ല, കാരണം അത് ഉള്ളിലാണ്. പുറത്ത് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല, അതും ഉള്ളിലാണ്. സ്നേഹവും അതുപോലെ തന്നെയാണ്. നമ്മൾ കരുതാറുണ്ട്, ആ വ്യക്തി എനിക്ക് സ്നേഹം നൽകും, ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് സ്നേഹം ലഭിക്കും എന്നൊക്കെ. എന്നാൽ എൻ്റെ പ്രതീക്ഷകൾ പലപ്പോഴും
യാഥാർത്ഥ്യത്തെക്കാൾ വളരെ ഉയർന്നതായി തീരാറുണ്ട്. അതിനാൽ നിരാശയായിരിക്കും പലപ്പോഴും ഫലം. ഞാൻ അന്തർമുഖമാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ധ്യാനത്തിൻ്റെ രണ്ടാം ഭാഗം ഇതുതന്നെയാണ്. ആദ്യ ഭാഗം ചിന്തകൾ നിർത്തുക എന്നല്ല, അവയുടെ ദിശ മാറ്റുക എന്നതാണ്. ആത്മാവിലുള്ള ഗുണങ്ങൾ, മൂല്യങ്ങൾ, ആത്മാവിൻ്റെ സ്വഭാവങ്ങൾ, ഞാൻ എന്തെല്ലാമാണോ മറന്നുപോയവ അവയെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കുക. രാജയോഗ ധ്യാനത്തിൽ യോഗം എന്നത് ബന്ധം, ഐക്യം എന്ന അർത്ഥവും വഹിക്കുന്നുണ്ട്. രാജ എന്നത് പരമോന്നതനായ സർവേശ്വരനുമായുള്ള ബന്ധം. അതിനാൽ ഞാൻ ധ്യാനിക്കുമ്പോൾ ആദ്യം ഉള്ളിലേക്കാണ് പോകുന്നത്. എൻ്റെ ശ്രദ്ധ ആത്മാവായി എൻ്റെ ആന്തരിക ഗുണങ്ങളെക്കുറിച്ചുള്ള ബോധതലത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അസ്തിത്വബോധത്തെ ശരിയായ നിലയിൽ അനുഭവിക്കാൻ തയ്യാറാകുന്നു. ഈശ്വരൻ്റെ സാന്നിധ്യവും അനുഭവിക്കാൻ തയ്യാറാകുന്നു. ദൈവം, ഈശ്വരൻ, പരമാത്മാവ്, അള്ളാഹു, നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പേര് എന്തായാലും ആ സർവേശ്വരനുമായി ഞാൻ ഉറച്ച ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ ഗുണങ്ങളുടെ സാഗരനായ സർവേശ്വരനിൽ നിന്ന് ഗുണങ്ങൾ എന്നിലേക്ക് എത്തുന്നു. അതെൻ്റെ ആത്മാവിനുള്ളിലുള്ള അതേ ഗുണങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ സ്വീകരിക്കുകയും അതിനോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിലുള്ളത് ഉരുത്തിരിയുകയും ചെയ്യുന്നു. ഞാനിത് 5 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മനോഹരമായൊരനുഭവമാണ്. എനിക്കത് 10, 15, 20 മിനിറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഞാനതിനെ ബലമായി നിർബന്ധിക്കേണ്ടതില്ല. മനസ്സിനെ സ്നേഹത്തോടെ നയിക്കുക എന്നത് ചിന്തകളെ നിർത്തുക എന്നതല്ല, ചിന്തകളെ നിയന്ത്രിക്കുകയുമല്ല, പക്ഷേ ആ ഊർജത്തെ ഒരു പോസിറ്റീവ് ദിശയിലേക്ക് ചാനലൈസ് ചെയ്യുക എന്നതാണ്. ഞാൻ ഒരുപാട് നേരം ആലോചിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. താങ്കളുടെ ദിനചര്യയെക്കുറിച്ച്. താങ്കളുടെ ഒരു സാധാരണ ദിവസം എങ്ങനെയാണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ. ആന്തരിക നിശബ്ദതയ്ക്കായി, ആത്മീയതയ്ക്കായി. അത് എങ്ങനെ സംഭവിക്കുന്നു? ദിനചര്യയുടെ ആ ഒഴുക്കിനെക്കുറിച്ച് ഞങ്ങളുമായി പങ്കുവെക്കാമോ? നിങ്ങൾ ധ്യാനത്തെ വളരെ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര നേരത്തെ എഴുന്നേൽക്കുന്നുവോ അത്രയും നല്ലതാണ്. കാരണം ലോകം അപ്പോൾ വളരെ ശാന്തമായിരിക്കും. ബ്രഹ്മകുമാരീസിൽ ഞങ്ങൾ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു. പുലർച്ചെ 4 മണിക്ക് തന്നെ ധ്യാനത്തിനായി ഇരിക്കാൻ തയ്യാറാവാറുണ്ട്. ഏകദേശം 45 മിനിറ്റ് ധ്യാനം അഭ്യസിച്ചുകൊണ്ടാണ് ദിനം ആരംഭിക്കുന്നത്. അത് ആന്തരികമായ ബാറ്ററിയെ വീണ്ടും ചാർജ് ചെയ്യുന്നത് പോലെയാണ്. ഓരോ ദിവസവും എന്തെല്ലാം സംഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അത് നേരിടാനുള്ള തയ്യാറെടുപ്പാണത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ആത്മീയ പഠനത്തിനായി സമയം ചെലവഴിക്കുന്നു, പഠിക്കുന്നു. കാരണം അതാണ് ബുദ്ധിക്ക് ആഹാരം. പുറത്തുനിന്നോ അകത്തുനിന്നു തന്നെയോ വരുന്ന ചില സന്ദേശങ്ങൾ, അഹങ്കാരത്തിൻ്റെയും കോപത്തിൻ്റെയും ലോഭത്തിൻ്റെയും ആസക്തിയുടെയും അങ്ങനെ പലതും എല്ലാം തിരിച്ചറിയാൻ ഈ പഠനത്തിലൂടെ സാധിക്കുന്നു. ഓരോ ദിവസവും ഇതുപോലെ ആരംഭിക്കുകയാണെങ്കിൽ, അതായത് ആത്മീയ സ്വഭാവമുള്ള കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ, അതെന്നെ ഉന്നതമാക്കുകയും സത്യവും വിവേകപൂർണവുമായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യും. അതിനാൽ രാവിലെ 4 മുതൽ 8 വരെയുള്ള സമയം വളരെ വിശുദ്ധമാണ്. അതിനുശേഷം ഞങ്ങൾ യോഗങ്ങളും പരിപാടികളും സ്വന്തം ജോലിയുമായി സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടക്കും. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇത് 60-ാം വയസ്സിലും അവസാനിക്കുന്ന ഒരു കാര്യമല്ല, ഇത് തുടരുന്നു. ഉദാഹരണത്തിന് ദാദി ജാനകി 104-ാം വയസ്സുവരെ ഈ ജീവിതം നയിച്ചു. അതിനാൽ ഇത് പ്രവർത്തനത്തിൻ്റെയും മറ്റുള്ളവർക്കുള്ള സേവനത്തിൻ്റെയും ജീവിതമാണ്. വൈകുന്നേരങ്ങളിൽ വീണ്ടും പ്രധാനപ്പെട്ടത് ധ്യാനമാണ്. തനിച്ചായാലും ഗ്രൂപ്പിൽ ചേർന്നിട്ടുള്ള ധ്യാനമായാലും. ഒരുമിച്ചുള്ള ധ്യാനം ഊർജത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു. അത് ലോകം മുഴുവനും ശാന്തിയുടെ തരംഗങ്ങൾ പടർത്തുന്നു. അത് കേവലം എനിക്ക് സമാധാനം ലഭിക്കാനായി മാത്രം ചെയ്യുന്നതല്ല. ദിവസത്തിൻ്റെ അവസാനം സ്വയം പരിശോധിക്കാൻ ഒരവസരം വേണം. എൻ്റെ ദിവസത്തെ തിരികെ റീവൈൻഡ് ചെയ്തു നോക്കുവാനായി, ഞാൻ എന്താണ് ചെയ്തതെന്ന് സ്വയം കാണുവാനായി. താങ്കൾക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടാകാം. ഞാൻ കുറച്ച് അശാന്തനായിരുന്നു, കുറച്ച് കൂടുതൽ ക്ഷമയോടെ പെരുമാറാമായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട്?
എന്തുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാതിരുന്നത്? എൻ്റെ മനസ്സ് പകുതി ഇവിടെയും പകുതി മറ്റെവിടെയോ ആയിരുന്നു. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ മികച്ച രീതിയിൽ പെരുമാറാനുള്ള സാധ്യത അവലോകനം ചെയ്യാൻ സാധിക്കും. കൂടാതെ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഈശ്വരന് മുന്നിൽ സമർപ്പിക്കാം. ഞാനാണ് ചെയ്തത് എന്ന അഹങ്കാരം ഉള്ളിൽ വഹിക്കാതിരിക്കാനായി. അബദ്ധമോ തെറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ സഹായവും ശക്തിയും സ്വീകരിച്ചുകൊണ്ട് അതിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നും വിലയിരുത്താം. ഈ രീതിയിൽ ഓരോ ദിവസത്തിനും ഒരു സമാപനമുണ്ടാകുന്നു. അടുത്ത ദിവസം പുതുമയോടും ഉന്മേഷത്തോടും കൂടി ആരംഭിക്കാനായി. ആത്മപരിശോധന എന്ന ആശയം എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്റെ 8 വയസ്സുള്ള മകൻ ഇതിനകം തന്നെ അത് ചെയ്യാറുണ്ട്. ദിവസം മുഴുവൻ ചെയ്ത കാര്യങ്ങൾ അവൻ ഓർത്തെടുക്കുന്നു. ഞങ്ങൾ ചേർന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നത് കുട്ടികളിലേക്ക് പകരുന്നു എന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. ഇപ്പോൾ താങ്കൾ ദയവായി ഒരു ചെറിയ ഗൈഡഡ് മെഡിറ്റേഷന്റെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാമോ? ശരി, ദയവായി ഒരു കംഫർട്ടബിളായ രീതിയിലിരിക്കൂ. നിങ്ങൾക്കൊരു പ്രത്യേക യോഗാസനത്തിൽ ഇരിക്കേണ്ടതില്ല. പക്ഷേ ശരീരം കൂടുതൽ റിലാക്സ്ഡായും എന്നാൽ ചലിക്കാതെയും ഇരിക്കാം. ഞാൻ ധ്യാനിച്ചുകൊണ്ടാണ് ഈ സങ്കല്പങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആ ചിന്തകളെ അതുപോലെ പിന്തുടരാൻ താങ്കളെയും ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിക്കുന്നു. നെറ്റിത്തടത്തിൽ പ്രകാശിക്കുന്ന വെളിച്ചത്തെ, ഞാൻ എന്ന ആത്മസ്വരൂപത്തെ, ആത്മസ്വരൂപനാണ് ഞാൻ എന്ന ബോധത്തിൽ ലീനമാകുന്നു. ഈ ആത്മബോധത്തിൽ എൻ്റെ ചിന്തകൾ മന്ദഗതിയിലാകുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ശാന്തനാകുന്നു. ഈ ശാന്തിയുടെ ബോധത്തിൽ എനിക്ക് ആഴമാർന്ന ഒരു ദിവ്യമായ അനുഭവം ലഭിക്കുന്നു. ഞാൻ ശരീരമല്ല, ചൈതന്യ സ്വരൂപമാണ്. ഞാൻ ഈ ശരീരമാണ് എന്ന ബോധത്തിൽ മറ്റു വ്യക്തികളെയും വൈഭവങ്ങളെയുമാണ് ചിന്തകളിലൂടെ ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വേറിട്ട ഉയർന്ന ബോധതലത്തിൽ ശാന്തത സ്വാഭാവികമായി എന്നിലൂടെ ഒഴുകുകയാണ്. ശാന്തിയാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം. ഇപ്പോൾ ഞാൻ സർവേശ്വരനുമായി മാത്രമല്ല, എൻ്റെ സമ്പൂർണ്ണ മനുഷ്യകുലവുമായും അലൗകികമായ സ്നേഹത്താൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈശ്വരൻ്റെ കരുണയും സ്നേഹവും എന്നിലേക്ക് എത്തിച്ചേരുന്നതായി ഞാൻ അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം 4 ഭാഗവും പടരുകയാണ്. എൻ്റെ ഹൃദയം ബൃഹത്തായിത്തീരുകയാണ്. മൃഗലോകത്തിനും സസ്യലതാദികളുടെ ലോകത്തിനും അതീതമായി. ഈ അനുഭവത്തിൽ ആ സ്നേഹത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ ദൃഢനിശ്ചയത്തോടെ ഞാൻ ഈ നിമിഷത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ആ സ്നേഹം അതുപോലെ എൻ്റെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട്, ആ സ്നേഹം എൻ്റെ ചിന്തകൾക്കും വാക്കുകൾക്കും കർമ്മങ്ങൾക്കും ശരിയായ ദിശ നൽകുകയാണ്. ഓം ശാന്തി.